വെൽക്കം ബാക്ക്. നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ട്രേഡിംഗ് അനാലിസിസ് ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഇന്ന് എങ്ങനെ മാർക്കറ്റിൽ വർക്ക് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഓപ്പണിങ്ങിൽ ഫസ്റ്റ് കാൻഡിൽ തന്നെ നമുക്കൊരു ബ്രേക്കൗട്ട് തന്നു. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ഒരു ഏരിയയാണ് 22,622 എന്നുള്ളത്. സോ ഫസ്റ്റ് കാൻഡിലിനകത്ത് തന്നെ നമുക്കൊരു ബ്രേക്കൗട്ട് വന്നു. ബ്രേക്കൗട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ കുറേ നേരം നമുക്ക് ആ ഒരു കാൻഡിൽ വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി. ഓക്കെ, ആ ഒരു സപ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സംഭവമായിട്ട് പോയിരിക്കുന്നത് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് 22,675 22,675 നെക്സ്റ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുകളിൽ 22,696 നമ്മൾ മാർക്ക് ചെയ്തിരുന്നായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളെല്ലാം മാർക്കറ്റ് ഈ ഒരു ഏരിയക്കകത്ത് തന്നെയാണ് ഇന്നുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഏകദേശം 90% ടൈമും ഇതിനകത്ത് തന്നെയായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഏരിയക്കകത്താണ്. കഴിഞ്ഞ ദിവസത്തെ അനാലിസിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ മുകളിലേക്കോ താഴേക്കോ ഒരു ബ്രേക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ തന്നെ ആണെങ്കിൽ തന്നെ ഒന്ന് രണ്ട് സ്കാൾപ്പിംഗ് ഏരിയാസ് നമുക്കുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സംഭവം എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് ബ്രേക്കൗട്ട് കിട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് 22,622 ബ്രേക്കൗട്ട് കിട്ടി. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്കിത് ഇവിടേക്ക് ഉണ്ടായിരുന്ന കുറേ ഒരു 20 പോയിൻറ്റ്സോളം നമുക്ക് കവർ ചെയ്യായിരുന്നു. നമുക്ക് ഒരു ഇവിടെ നിന്നാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 20 പോയിൻറ്റ്സോളം നെക്സ്റ്റ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചിട്ട് ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമുക്കൊരു 20 പോയിൻറ്റ്സോളം നമുക്ക് കിട്ടുന്ന രീതിയിലൊരു എടുക്കായിരുന്നു. നമുക്ക് 20 പോയിൻറ്റ്സ് പ്രോഫിറ്റ് എന്തായാലും കിട്ടായിരുന്നു. 20 പോയിൻറ്റ്സ് അല്ല, അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 53 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഒരു മൊമെൻറ്റം ഉണ്ടായിരുന്നില്ല, വളരെ ചെറിയ രീതിയിലായിരുന്നു മൂവ്മെൻറ്റ്. ഒരു 8-10 കാൻഡിൽ എടുത്തിട്ടായിരുന്നു മൂവ്മെൻറ്റ്. സോ ഒരു 20-25 പോയിൻറ്റ് എന്തായാലും നമുക്ക് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കത് എൻട്രി ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത്. സോ നിഫ്റ്റിയുടെ കേസ് എങ്ങനെയായിരുന്നു? നിഫ്റ്റി ഒരു ആൾമോസ്റ്റ് 90% ടൈം നമ്മൾ നോക്കി ചെയ്തിരുന്ന ആ ഏരിയക്കകത്ത് കൺസോൾട്ടേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയാണ്, എന്നാലും ആ രീതി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളതിൻ്റെ കൂടെ തന്നെ വേറൊരു കേസ് നോക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിബ് റീട്രേസ്മെൻറ്റ് നോക്കിയിരുന്ന സമയത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തിരുന്നു. ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ ഹൈയും ലോയും വെച്ചിട്ട് ആ ഒരു റീടെസ്റ്റ് വന്നിരുന്ന ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു 0.236 ഏരിയ. അവിടെയാണ് എക്സാക്റ്റ് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയയ്ക്ക് അതാണ് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഏരിയ വന്നിരിക്കുന്നത് 0.382. ഈ 382നകത്ത് സെക്കൻഡ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്താണ് സെക്കൻഡ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. തേർഡ് സപ്പോർട്ടായിട്ട് വന്നത് 0.5 ഏരിയ. ഓക്കെ, ഈ ഒരു ഏരിയക്കകത്താണ് ലാസ്റ്റ് സപ്പോർട്ട് എടുക്കുന്നത്. അത് കയറി മുകളിലേക്ക് പോയാലും ആ ഒരു ട്രെൻഡ് നിലനിർത്താൻ കഴിയില്ല. ഒരു എക്സ്പയറി ഡേ ആയതുകൊണ്ട് 22,700 എന്ന് പറയുന്ന ഏരിയ കോൾ റേറ്റേഴ്സ് ഒരുപാടുള്ള ഏരിയ ആയിരുന്നു. സോ അതിന് മുകളിലേക്ക് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ അത് 0.5 ഏരിയ ബ്രേക്കൗട്ട് ചെയ്തെങ്കിൽ പോലും പിന്നീട് താഴേക്ക് വരികയാണ് ഉണ്ടായത്. ഓക്കെ, ആ ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ ദിവസത്തിൽ നിഫ്റ്റിക്കകത്ത് ഉണ്ടായത്. നമ്മൾ മാർക്ക് ചെയ്തിരുന്ന എല്ലാ ഏരിയാസും എല്ലാ ലെവൽസും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ആൾമോസ്റ്റ് എല്ലാ ഈവനിങ് വരെ മാർക്കറ്റ് പോയിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ നിഫ്റ്റി എക്സ്പയർ ചെയ്തുകൊണ്ട് വലിയ ഒരു റാലി കഴിഞ്ഞ് വന്നതായതുകൊണ്ട് വലിയൊരു റാലി, ഒരു 1,200-1,300 പോയിൻറ്റിൻ്റെ റാലി കഴിഞ്ഞ് വന്നതായതുകൊണ്ട് വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. കൂടാതെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആയിരുന്നു. എന്നാൽ പോലും നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ട്രെൻഡ് ലൈനാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഇന്നും ഇതേ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾമോസ്റ്റ് എല്ലാ നേരവും ഈവനിങ് വരെ മാർക്കറ്റ് പോയിട്ടുള്ളത്. നമ്മളത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ആദ്യത്തെ ലൈൻ തന്നെ, ആദ്യത്തെ കാൻഡിൽ ഫസ്റ്റ് കാൻഡിൽ ഒരു പോസിറ്റീവ് കാൻഡിലായിരുന്നു. ആ കാൻഡിൽ തന്നെ പോയി സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഈ നമ്മൾ ട്രെൻഡ് ലൈനാണ്. അതിനുശേഷം ആൾമോസ്റ്റ് കുറേ നേരം ഒരു 1 അവറോളം ഈ ഒരു ഏരിയക്കകത്ത് കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, സപ്പോർട്ട് ചെയ്തെടുത്തു. ദെൻ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്ന ഏരിയയാണ് 49,144. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും ചെറിയ രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ഒരു ബ്രേക്കൗട്ടോ കാര്യങ്ങൾ വലിയ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചെറിയ ഒരു 50 പോയിൻ്റ് ആ രീതിക്കകത്ത് മാർക്ക് ചെയ്ത് അതിനകത്താണ് മാർക്കറ്റ് ആൾമോസ്റ്റ് പിന്നെ ക്ലോസിംഗ് ടൈം വരെ പോയിട്ടുണ്ടായത്. നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ നമുക്ക് ഒരു എൻട്രീസ് എടുക്കാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്ന് കുറേ നേരം ഇതിനകത്ത് ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുട്ട് എൻട്രിക്കുള്ള സംഗതി നോക്കായിരുന്നു. ഇവിടുന്ന് നമുക്കൊരു പുട്ട് എൻട്രി നമുക്ക് നോക്കായിരുന്നു. നമ്മൾ ഇത് നോക്കുകയാണെങ്കിലും ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിലും ഒരു കോൾ റേറ്റേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. സോ കോൾ റേറ്റേഴ്സ് കൂടുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരാനാണ് സാധ്യത കൂടുതൽ. സോ നമുക്കൊരു ഒരു
പുട്ട് എൻട്രി എൻ്റെ പേഴ്സണലി എൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത ഇതിനകത്ത് റെസിസ്റ്റൻസ് എടുത്ത സമയത്തായിരുന്നു എൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നായിരുന്നു ഞാൻ എൻട്രി എടുത്തിരുന്നത്. പക്ഷേ ഒന്ന് മാർക്കറ്റിന് മുകളിലേക്ക് പോയതിന് ശേഷം ആൾമോസ്റ്റ് എനിക്കിതാ ഇത്രയും ഈ ഒരു ഏരിയയോളം നമ്മൾ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ഒരു എൻട്രി ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പേഴ്സണലി എനിക്ക് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടു, അതിനകത്ത് നിന്നായിരുന്നു ഞാൻ കോൾ എടുത്തിരുന്നത്. ഒരു പുട്ട് എൻട്രി എടുത്തിരുന്നത്. ആൾമോസ്റ്റ് ഒരു 35 പോയിൻറ്റോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് നോക്കുകയാണെന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം എടുക്കുകയാണെന്ന് വെച്ചാൽ 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ആൾമോസ്റ്റ് ഇവിടെ മുതൽ ഒരു ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്യുന്നുണ്ട് നിഫ്റ്റി. ഓക്കെ, സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ പലവട്ടം ഒരു മൂന്നോ നാലോ തവണ ഈ ഒരു ട്രെൻഡിൽ 1 2 3 തവണ ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ പേഴ്സണലി എൻ്റെ ഒരു കേസ് നമ്മളൊരു 15 മിനിറ്റ്സിൽ മുകളിൽ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് ഫോളോ ചെയ്തു വരുന്ന ട്രെൻഡ് ലൈൻ മുകളിൽ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ട്രെൻഡ് ലൈനാണത്. ഓക്കെ, എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 2024 സ്റ്റാർട്ട് ചെയ്ത സമയത്തൊരു 4-5 മാസമായിട്ട് ഈ ട്രെൻഡ് ലൈനിലൂടെയാണ് നിഫ്റ്റി കയറി വരുന്നത്. സോ ആ ഒരു നിഫ്റ്റിക്കകത്ത് നമ്മളിപ്പം മുകളിലേക്കുള്ള കുറച്ചുകൂടി മുകളിലേക്ക് പോകുന്ന ഈ ട്രെൻഡ് ലൈൻ തട്ടുന്നവരെ മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അത് ഡയറക്റ്റായിട്ട് പോകുമെന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു 3 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു ട്രേഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഒരു എൻട്രിയുടെ സംഭവങ്ങൾ 22,700 എന്നുള്ളത് നന്നായിട്ട് കോൾ റേറ്റേഴ്സും പുട്ട് റേറ്റേഴ്സും നന്നായിട്ടുള്ളൊരു ഏരിയയാണ്. സോ അധികം ഒരു വലിയൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു പുട്ട് സൈഡിലേക്ക് ആണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴേക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം താഴേക്ക് പോയി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ഇവിടെ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്കറ്റിനകത്ത് ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ സപ്പോർട്ട് എടുക്കുമെന്നുള്ള രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു ചെറിയൊരു സ്കാൽപ്പിംഗ് 22,628 മുതൽ 560 ഒരു 50 പോയിൻ്റൊക്കെ ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ഇതെടുക്കാവുന്നതാണ്. ഒരു പുട്ട് എൻട്രി എടുക്കാവുന്നതാണ്. കോൾ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറി ഒരു ഏരിയ കഴിഞ്ഞ ദിവസം ഇന്നൊരു കൺസോൾട്ടേഷൻ വന്നൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് നമുക്ക് നോക്കാം. ആ ഒരു കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന ഏരിയ കയറിയതിന് ശേഷം മാത്രം അവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മാത്രം, അതായത് ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടി മുകളിലേക്ക് കയറി തിരിച്ച് ഇവിടെ സപ്പോർട്ട് എടുത്ത് പോകുന്നെങ്കിൽ ഒരു 15 മിനിറ്റ്സ് സപ്പോർട്ട് എന്നുള്ള എക്സ്പെക്റ്റ് ഒരു എൻട്രിക്ക് ക്യാൻഡലിനനുസരിച്ചിട്ടാണ് വരിക. ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ബിയറിഷ് ക്യാൻഡിൽ അല്ലാതെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വരികയാണെങ്കിൽ മാത്രം സപ്പോർട്ട് 22,774 വരുന്ന രീതിയിൽ സപ്പോർട്ട് അവിടെ നമുക്കൊരു 50 പോയിൻ്റ് വരെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എൻട്രി നമുക്ക് കോൾ സൈഡിനകത്തേക്കും ഇതെടുക്കാവുന്നതാണ്. ഓക്കെ, ഒരു ബാങ്ക് നിഫ്റ്റിയുടെ കേസാണ് നോക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മളൊരു 15 മിനിറ്റ്സ് ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് അവിടെയും ഒരു ട്രെൻഡ് ലൈനിലൂടെ തന്നെയാണ് കയറി വരുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാം മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഇവിടെയുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെച്ചാൽ ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. സോ ഇതിനകത്തൊരു എൻട്രിയുടെ കേസ് വരികയാണെങ്കിൽ നമ്മളിപ്പം ഇതുവരെയുള്ള സംഭവം നിലവിലുള്ള രീതിയിൽ ഈ ഒരു 49,034 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് മാർക്കറ്റിനകത്തുണ്ട്. സോ പേഴ്സണലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവം ഒരു കൺസോൾട്ടേഷൻ ഒന്ന് താഴേക്ക് വരികയാണെന്ന് വെച്ചാലും മാർക്കറ്റ് വരികയാണെങ്കിലും ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിയ കാര്യങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ പോയി കാര്യങ്ങളായിട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലേക്ക് പോകുമെന്നുള്ളൊരു ഒരു പുട്ട് എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കോൾ സൈഡിലേക്കാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് കയറിയ ശേഷം മാത്രമേ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു കോൾ സൈഡിലേക്കുള്ള ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. പുട്ട് സൈഡിലേക്കുള്ള സംഭവമാണെങ്കിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ താഴേക്ക് വന്നതിന് ശേഷം ട്രെൻഡ് ലൈനും ഉണ്ട്, ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈനും ഉണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് വന്നിരിക്കുന്ന ട്രെൻഡ് ലൈനും ഇത് രണ്ടും ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പുട്ട് സൈഡിലേക്കുള്ള എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഒരു ബ്രേക്കിന് ശേഷം റീടെസ്റ്റോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ
ഒരു കോൾ സൈഡ് ഒരു പുട്ട് സൈഡ് എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ രീതിയിലാണ് നാളത്തേക്കുള്ള മാർക്കറ്റിനകത്തുള്ള എൻട്രീസും കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നാളത്തെ മാർക്കറ്റിന് ശേഷം നമുക്ക് സംസാരിക്കാം.